നമസ്കാരം. ജപ്പാന്റെ തെക്കൻ ദ്വീപായ ഒക്കിനാവയിലെ US വ്യോമതാവളത്തിൽ സ്ഫോടനം. അപകടത്തിൽ 4 ജാപ്പനീസ് സൈനികർക്ക് പരിക്കേറ്റു. ആരുടെയും പരിക്ക് ഗുരുതരമല്ലെന്ന് അധികൃതർ അറിയിച്ചു. ഒക്കിനാവ പ്രീഫെക്ചറൽ സർക്കാരിന്റെ കീഴിലുള്ള കഡേന വ്യോമതാവളത്തിലെ ആയുധ സംഭരണശാലയിലാണ് സ്ഫോടനം നടന്നതെന്ന് US വ്യോമസേന പ്രസ്താവനയിൽ പറഞ്ഞു. സംഭവത്തിൽ US സൈനികർ ഉൾപ്പെട്ടിട്ടില്ലെന്നും വ്യക്തമാക്കി. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് പൊട്ടാതെ കിടന്ന സ്ഫോടക വസ്തുക്കൾ നിർവീര്യമാക്കും മുൻപ് സൂക്ഷിക്കുന്ന സ്ഥലമാണിത്. സൈനികർ പരിശോധന നടത്തുന്നതിനിടയിലാണ് സ്ഫോടനമുണ്ടായതെന്ന് സ്വയം പ്രതിരോധ സേന പറഞ്ഞു. അപകട കാരണം അന്വേഷിക്കുകയാണെന്നും SDF അറിയിച്ചു. രണ്ടാം ലോക മഹായുദ്ധകാലത്തെ 100 ടൺ ബോംബ് ഒക്കിനാവയിലും പരിസരത്തുമുണ്ട്. മിക്കതും US സൈന്യം ജപ്പാനിലിട്ടവയാണ്. ഏകദേശം 1856 ടൺ ബോംബുകൾ പൊട്ടാതെ ഇവിടെ കിടപ്പുണ്ടെന്നാണ് കരുതുന്നത്. SDF നിയന്ത്രിക്കുന്ന കേന്ദ്രത്തിൽ പ്രാദേശിക സമയം രാവിലെ 11:20 സ്ഫോടനമുണ്ടായതായാണ് അഗ്നിശമന വകുപ്പിന് റിപ്പോർട്ടുകൾ ലഭിച്ചത്.